കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വാഴക്കുളം. സിൽവർ ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. മൂവാറ്റുപുഴയിൽ MDMAയും കഞ്ചാവുമായി 2 യുവാക്കൾ എക്സൈസ് പിടിയിൽ. വെള്ളൂർക്കുന്നം മുടവൂർ സ്വദേശി മാഹിൻ സി ജമാൽ, പായ്പ്ര മനാറി സ്വദേശി സിദ്ദിഖ് മുഹമ്മദ് എന്നിവരാണ് പിടിയിലായത്. മൂവാറ്റുപുഴയിൽ MDMAയും കഞ്ചാവുമായി 2 യുവാക്കൾ എക്സൈസ് പിടിയിൽ. മൂവാറ്റുപുഴ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ G കൃഷ്ണകുമാറിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യാഴാഴ്ച വൈകിട്ട് മുളവൂർ പള്ളിപ്പടിയിൽ നടത്തിയ പരിശോധനയിൽ വെള്ളൂർക്കുന്നം മുടവൂർ ചക്കാലിക്കൽ മാഹിൻ സി ജമാൽ, പായ്പ്ര മാനാറി വെട്ടിത്തടത്തിൽ സിദ്ദിഖ് മുഹമ്മദ് എന്നിവരാണ് പിടിയിലായത്. മുളവൂർ പ്രദേശത്ത് പ്രതികൾ വാടകയ്ക്കെടുത്ത മുറിയിൽ നിന്നും 2.539 ഗ്രാം MDMAയും 3.389 ഗ്രാം കഞ്ചാവും MDMA ഉപയോഗിക്കാനുള്ള പൈപ്പുകളും 1500 രൂപയും എക്സൈസ് കണ്ടെടുത്തു. കഴിഞ്ഞ കുറച്ച് നാളുകളായി ബാംഗ്ലൂരിൽ നിന്ന് MDMA എത്തിച്ച് മൂവാറ്റുപുഴ മുളവൂർ ഭാഗങ്ങളിൽ വിൽപ്പന നടത്തുന്ന പ്രധാനികളാണ് പിടിയിലായിരിക്കുന്നതെന്നും ഇവർക്ക് MDMA നൽകിയ ബാംഗ്ലൂർ സ്വദേശികളെക്കുറിച്ച് അന്വേഷിച്ചു വരികയാണെന്നും എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ G കൃഷ്ണകുമാർ പറഞ്ഞു. പ്രതികൾ വളരെ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ബാംഗ്ലൂരിൽ നിന്ന് MDMA എത്തിച്ച് ഈ മൂവാറ്റുപുഴ പല ഭാഗങ്ങളിലായിട്ടും മുളവൂരിൻ്റെ പല ഭാഗങ്ങളിലായിട്ടും വിൽക്കുന്ന പ്രധാന പ്രതികളാണ്. ഇവർക്ക് MDMA കൊടുത്തിട്ടുള്ള ബാംഗ്ലൂർ സ്വദേശിയെക്കുറിച്ചുള്ള അന്വേഷണം നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ഇവരുടെ സാമ്പത്തികമായിട്ടുള്ള കൈമാറ്റങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷിച്ച് വരികയാണ്. ഇതിൽ ഈ കേസിലെ 2ാം പ്രതി സിദ്ദിഖ് മുഹമ്മദിൻ്റെ സുഹൃത്തായിട്ടുള്ള ഒരു ഗോവിന്ദ് എന്ന ആളാണ് ബാംഗ്ലൂരിൽ നിന്ന് MDMA എത്തിച്ചു കൊടുക്കുന്നത്. ഇവർക്ക് ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്നത് ഒരു മുൻപ് കേസിൽ പ്രതിയായിട്ടുള്ള അജ്മലുദ്ദീനാണ് എന്നും നമുക്ക് വെളിവായിട്ടുള്ളതാണ്. അത്തരം വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ പരിശോധന നടത്തുകയും കേസിൻ്റെ തുടരന്വേഷണത്തിൽ കൂടുതൽ പ്രതികളെ കേസിലേക്ക് പ്രതി ചേർക്കുന്നതുമാണ്. റെസിഡൻഷ്യൽ ഏരിയയിൽ കേസിലെ 1ാം പ്രതി റൂം വാടകയ്ക്കെടുത്ത് താമസിക്കുകയും അവിടെ വെയിങ് മെഷീനും ഡിജിറ്റലായിട്ടുള്ള ചെറിയ ഗ്രാം തൂക്കുന്ന ഡിജിറ്റൽ വെയിങ് മെഷീനും മറ്റ് പാക്കിംഗ് കവറുകളും എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ള വിൽപ്പനയായിരുന്നു കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് 1ാം പ്രതി നടത്തി വന്നിരുന്നത്. 1ാം പ്രതിക്ക് മയക്കുമരുന്ന് എത്തിച്ചു കൊടുക്കുന്ന 1ാം പ്രതിയായിട്ടുള്ള മാഹിൻ സി ജമാൽ എന്ന് പറഞ്ഞ ആൾക്ക് മയക്കുമരുന്ന് എത്തിച്ചു കൊടുക്കുന്ന പ്രധാന വ്യക്തിയാണ് ഇപ്പോൾ നമ്മൾ ഇന്നലെ കേസിൽ 2ാം പ്രതി അറസ്റ്റ് ചെയ്തിട്ടുള്ള സിദ്ദിഖ് മുഹമ്മദ്. ഇവരെ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം നടക്കുന്നത്. മയക്കുമരുന്ന് മുക്ത സമൂഹം എന്ന ലക്ഷ്യത്തിലേക്ക് കേരള എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് നടത്തിവരുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി മൂവാറ്റുപുഴ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ G കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഓപ്പറേഷനിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ T അജയ്കുമാർ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ മാഹിൻ PB, അനുരാജ് PR, നൌഷാദ് KA, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ അനിത PN, സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ ബിജു പോൾ എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. മദ്യം, മയക്കുമരുന്ന് എന്നിവയുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്കെതിരെ തുടർന്നും ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് മൂവാറ്റുപുഴ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ G കൃഷ്ണകുമാർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.